യഹോവേ, ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രേ ശിക്ഷിക്കണമേ. യിരെമ്യാവിൻ്റെ പുസ്തകം 10:24 കാണുന്ന ഉദാത്തമായൊരു പ്രാർത്ഥനയാണിത്. സമാനമായ പ്രാർത്ഥനയും പ്രസ്താവനകളും 6-ാം സങ്കീർത്തനത്തിലും കാണാം. സങ്കീർത്തനങ്ങൾ 6, 32, 38, 51, 101, 130, 143 ഇവ അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. അതിലാദ്യത്തേതാണ് 6-ാം സങ്കീർത്തനം. ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തിൻ്റെ അനുപേക്ഷണീയ ലക്ഷണങ്ങളായ ദുഃഖം, താഴ്മ, പാപത്തോടുള്ള വെറുപ്പ് എന്നിവ ഇവിടെ കാണാം. 6-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെ തൻ്റെ കഷ്ടതയിലുള്ള അപേക്ഷയും തൻ്റെ നിലവിളി കേട്ട് ദൈവം വിടുവിച്ചു എന്ന ഉറപ്പ് 8 മുതൽ 10 വരെ വാക്യങ്ങളിലും കാണാം. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്ന് തുടങ്ങുന്ന 8-ാം വാക്യം മത്തായി എഴുതിയ സുവിശേഷം 7:23 കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ 12:27 ഉദ്ധരിച്ചിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ തന്നെ ശിക്ഷിക്കരുതേ എന്ന് കാണുന്നു. ധാന്യം കാറ്റുകൊണ്ടും ആത്മാവ് ശിക്ഷ കൊണ്ടും വെടിപ്പാകുന്നു. യിരെമ്യാവിൻ്റെ മുകളിൽ പറഞ്ഞ പ്രാർത്ഥന ഇവിടെ പ്രസക്തമാണ്. 2-ാം വാക്യത്തിൽ താൻ തളർന്നിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു. പാപബോധം തൻ്റെ അഹങ്കാരം മാറ്റി വിനയത്തെ സുസ്ഥിരമാക്കാൻ കഴിയുമെന്ന് പറയും. 3-ാം വാക്യത്തിൽ തൻ്റെ പ്രാണൻ അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു എന്നതിൽ നിന്നും ദൈവസാന്നിധ്യമുണ്ടായാൽ എല്ലാ ദുഃഖവും മാറുമെന്ന ശുഭപ്രതീക്ഷ പുലർത്തുന്നതായിട്ട് തുടർന്ന് കാണാം. 4-ാം വാക്യത്തിൽ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ, നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ എന്ന് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ ഇടതുകരത്തിലല്ല, കരുണയുടെ വലതുകരത്തിലാണ് പിടിക്കുന്നത്. സ്വന്തം യോഗ്യതയിലല്ല, ദൈവത്തിൻ്റെ കരുണയിലത്രേ ആശ്രയിക്കുന്നത്. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നെങ്കിലും വരുവാനുള്ള ലോകത്തിൻ്റെ പ്രതീക്ഷയിൽ അവർ വിശ്വസിച്ചിരുന്നതായി സങ്കീർത്തനം 16:10, 17:15 എന്നിവിടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. തുടർന്ന് തൻ്റെ ഞരക്കവും സങ്കടവും എല്ലാം കഴിഞ്ഞ് യഹോവ തൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു, തൻ്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു, തന്മൂലം തൻ്റെ ശത്രുക്കൾ ലജ്ജിച്ച് ഭ്രമിച്ചു പോകുന്നു എന്ന് ആശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവഭക്തനും ദുഷ്ടനും തമ്മിലുള്ള അവസ്ഥാന്തരങ്ങളെ ഇതിൽ പ്രതിപാദിക്കുമ്പോൾ സമകാലീന സാമൂഹ്യ കുടുംബജീവിതങ്ങളിലെ ഒറ്റപ്പെടലുകളെയും വേദനകളെയും മുഖാമുഖം ഉൾക്കൊള്ളുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ നമുക്ക് സഹായകമാകും.